Celebrating 50 years. Majestic Jewelers. തിരൂർ ജില്ലാ ആശുപത്രി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരൂർ CH സെന്റർ 14ാം വർഷത്തിലേക്ക്. ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം ഉൾപ്പെടെ നൽകി ഒരു ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് CH സെന്റർ. സ്വന്തം കെട്ടിടമൊരുക്കി ഡയാലിസിസ് സെന്റർ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് CH സെന്റർ ഭാരവാഹികൾ. കഴിഞ്ഞ 14 വർഷമായി ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ തിരൂർ CH സെന്റർ ആശുപത്രിയിൽ എത്തുന്നവർക്കും അവശത അനുഭവിക്കുന്നവർക്കും ഒരു ആശ്വാസ കേന്ദ്രമായി പ്രവർത്തനം സജീവമായി തുടരുകയാണ്. 2008 പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ രോഗികൾക്ക് മരുന്ന്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്ക് പരിചരണം എന്നിവയിലായിരുന്നു പ്രവർത്തനങ്ങൾ. 2012 മുതൽ ആശുപത്രിയിൽ 2 നേരത്തെ ഭക്ഷണ വിതരണം ആരംഭിച്ചു. 2013 മുതൽ എല്ലാ റമദാനിലും രോഗികൾക്കും കൂടെയുള്ള നോമ്പെടുക്കുന്നവർക്കും അത്താഴ വിതരണം ആരംഭിച്ചു. നൂറുകണക്കിന് ആളുകൾക്കാണ് ഇത് ആശ്വാസമായത്. രാവിലെ 6 മണിക്ക് കഞ്ഞിയും ഉച്ചയ്ക്ക് ചോറും നൽകുന്നത് ഒരു മുടക്കവും കൂടാതെ തുടരുകയാണ്. തിരൂർ ഗവൺമെൻറ് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ MLA പ്രസിഡൻ്റായിട്ട് ഞങ്ങൾ ഈ തിരൂർ CH സെൻ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളുടെ അവസ്ഥ കണ്ട് ഞങ്ങൾ അവർക്ക് മരുന്ന് അതുപോലെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഞങ്ങൾ ഇവിടെ റെഡിയാക്കി കൊടുത്തിരുന്നു. അതിനുശേഷം 2013 മുതൽ ഞങ്ങൾ ഇവിടെ വരുന്ന രോഗികൾക്കും അവരെ കൂടെ കൂട്ടിയിരിപ്പുകാർക്കും ഉച്ചക്ക് ഭക്ഷണം, രാവിലെ രോഗികൾക്ക് 7 മണിക്ക് കഞ്ഞി, അതോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളിപ്പോൾ 2013 മുതൽ ഇവിടെ പരിശുദ്ധ റമദാൻ മാസം ആയപ്പോൾ ഇവിടെ അത്താഴത്തിനൊക്കെ ഇവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ റിയാദ് KMCCയുടെ സഹായത്തോടു കൂടി ആ 2013 അന്ന് ഞങ്ങൾ അത്താഴ വിതരണം തുടങ്ങി. ഇന്നിപ്പോൾ ഈ പരിശുദ്ധ റമദാൻ വരെ അത് ഞങ്ങൾ പല കാരുണ്യം ചെയ്യുന്ന പല ആളുകളുടെ സഹകരണത്തോട് കൂടിയിട്ട് ഇന്ന് വരെ ഞങ്ങളത് തുറന്നു കൊണ്ടുപോകുന്നുണ്ട്. അതും രാത്രി 2:30 മണിക്ക് നമ്മളൊക്കെ അത്താഴം കഴിക്കുന്ന സമയത്ത് ഇവിടെയുള്ള രോഗികൾക്കുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കാനുള്ള സംവിധാനം, ചൂടുള്ള ഭക്ഷണം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. റിയാദ് KMCC തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ അത്താഴ വിതരണം ആരംഭിച്ചത്. ഇപ്പോൾ പല ഉദാരമതികളും സഹായ സഹകരണങ്ങളും ഇതിന് നൽകുന്നുണ്ട്. പുലർച്ചെ 2:30 അത്താഴം വിതരണം നടത്തും. CH സെന്റർ അംഗം CT ഷൗക്കത്താണ് തുടക്കം മുതൽ അത്താഴ വിതരണം നടത്തുന്നത്. ദിനംപ്രതി 100-ലധികം പേരാണ് അത്താഴം കഴിക്കുന്നത്. സ്വന്തം നിലയിൽ പാകം ചെയ്താണ് ഭക്ഷണം നൽകുന്നത്. നോമ്പെടുക്കുന്നവർക്ക് ചൂടുള്ള അത്താഴ ഭക്ഷണം ലഭിക്കുന്നത് വലിയ സന്തോഷം നൽകുന്നു. മരുന്ന് വിതരണം, ആംബുലൻസ് സർവീസ്, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, വാട്ടർ ബെഡ്, രോഗി സൗഹൃദ കട്ടിൽ, ഇലക്ട്രിക് ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയ രോഗി സഹായ ഉപകരണങ്ങൾ വിതരണവും വളണ്ടിയർ സർവീസ് ആവശ്യഘട്ടങ്ങളിൽ വനിതാ വളണ്ടിയർ സേവനവും നൽകുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ വരുന്ന രോഗികൾക്ക് എക്സ്റേ, ലാബ്, ECG ഈ വക സൗകര്യങ്ങളെല്ലാം CH സെൻ്ററിൻ്റെ ലാബിൽ വെച്ചിട്ട് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തുടക്കകാലത്ത് ഞങ്ങൾ ഈ പ്രതിരോധ കാലാവസ്ഥ ഉള്ള സമയത്ത് ഓരോ കേന്ദ്രങ്ങളിൽ ചെന്ന് ഞങ്ങൾ അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ അന്ന് അവിടെ ഡോക്ടർമാരായിട്ട് പോയിട്ട് അവരുടെ പരിശോധന, അവർക്ക് മരുന്ന്, എല്ലാ കാര്യങ്ങളും നമ്മുടെ തിരൂർ താലൂക്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ CH സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രി പരിസരത്ത് തന്നെ ലാബ്, എക്സ്റേ കുറഞ്ഞ നിരക്കിലും സൗജന്യമായി നൽകി വരുന്നു. ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും CH സെൻ്ററിന്റെ സേവനം ലഭ്യമാണ്. P. സൈദലി മാസ്റ്റർ പ്രസിഡന്റും PC ഇസ്ഹാഖ് സെക്രട്ടറിയും ഇബ്രാഹിം പള്ളത്ത് ട്രഷററുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റമദാനിൽ അഭ്യകാംക്ഷികൾ നൽകുന്ന ധനസഹായവും വിവിധ KMCC കമ്മിറ്റികൾ, വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന CH സെൻ്റർ ചാപ്റ്ററുകൾ, ബലിപെരുന്നാൾ ദിനത്തിലെ പള്ളികൾ, ഈദ്ഗാഹുകൾ കേന്ദ്രീകരിച്ചുള്ള ബക്കറ്റ് കളക്ഷൻ ഇവയാണ് പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. ആംബുലൻസ് സൗദിയിലെ റാബിക് KMCCയാണ് നൽകിയത്. ജില്ലാ ആശുപത്രിയിലെത്തുന്ന അനാഥ മയ്യത്തുകൾ പരിപാലിക്കുന്ന കാര്യത്തിലും തിരൂർ ടൗണിൽ അരക്ഷിതരായി എത്തിപ്പെടുന്ന പലരെയും പലപ്പോഴും പോലീസ് CH സെൻ്ററിനെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഭക്ഷണവും മറ്റും നൽകി ഉറ്റവരെയും ഉടയവരെയും ഏൽപ്പിക്കുവാനും CH സെൻ്റർ വളണ്ടിയർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരൂരിൽ ബസ് സ്റ്റാൻഡിൽ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ, മറ്റു മേഖലകളിലൊക്കെ അലഞ്ഞു തിരിയുന്ന അനാഥരായ ആളുകളെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ CH സെൻ്ററിൻ്റെ വളണ്ടിയറായ അലിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ വിളിച്ച് അവരുടെ സംരക്ഷണം അവരെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബാംഗങ്ങളെ കണ്ടെത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കുടുംബങ്ങളെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുന്ന സംവിധാനം ഒരുപാട് അങ്ങനത്തെ കേസുകൾ തിരൂർ ആസ്ഥാനമായിട്ട് CH സെൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആക്സിഡൻ്റായ ബോഡികൾ, അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുണ്ടാകുന്ന വരുന്ന മയ്യത്ത് പരിപാലനം,
24 മണിക്കൂറും CS സെൻ്ററിൻ്റെ അലിയുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ ഇവിടെ സന്നദ്ധമാണ്. CH സെൻ്റർ വളണ്ടിയർ അലിയുടെ നേതൃത്വത്തിൽ തെരുവിൽ അലഞ്ഞു തിരിയുന്ന എത്രയോ പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ CH സെൻ്റർ സഹായമായിട്ടുണ്ട്. കോവിഡ് കാലത്തും ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മുടങ്ങാതെ ഭക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർക്കും ഭക്ഷണം വെക്കുന്ന കാര്യത്തിലും CH സെൻ്റർ ഏറെ ശ്രദ്ധേയമായി ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞു. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളും പ്രത്യേകിച്ച് കടലോര മേഖലയിലുള്ള ആളുകളുമാണ് ആശുപത്രിയിലെത്തുന്നവരധികവും. തിരൂർ CH സെൻ്ററിന് സ്വന്തമായ ഒരു ആസ്ഥാനം എന്ന സ്വപ്നത്തിന് ആശുപത്രി പരിസരത്ത് തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കമ്മിറ്റി. ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം തിരൂർ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഞങ്ങൾക്കൊരു സ്വന്തമായ ഒരു ആസ്ഥാനവും അതുപോലെ തന്നെ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ ഉദാരമതികളായ ആളുകളുടെ സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നുവരെ ഞങ്ങൾക്ക് ഇവിടുത്തെ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ദിവസവും നൂറുകണക്കിന് പേർക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന CH സെൻ്ററിനെ സഹായിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു.